നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്ര കൈപ്രം റോഡിൽ കുളത്തുകുന്ന് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നിള റെസിഡൻസ് അസോസിയേഷൻ നേതൃത്വത്തിൽ ബഹുജന സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. സീനിയർ സിറ്റിസൺ ഫോറം ജില്ലാ ജോയിന്റ് സെക്രട്ടറി KM ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. നാടെങ്ങും ജൽജീവൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി റോഡ് മുറിച്ച് പൈപ്പിട്ടതു കാരണം കാൽനടയാത്രയ്ക്ക് പോലും കഴിയാത്ത അവസ്ഥയിലാണ് പേരാമ്പ്ര പഞ്ചായത്തിലെ കൈപ്രം റോഡിലെ 3-ാം വാർഡിൽപ്പെട്ട കുളത്തുകുന്ന് റോഡും. കഴിഞ്ഞ 2 വർഷമായി വാഹനങ്ങൾക്കോ കാൽനടയാത്രക്കാർക്കോ നടന്നു പോകാൻ പോലും കഴിയാത്ത രീതിയിൽ കഴിഞ്ഞ 2 വർഷമായി ദുരിതമനുഭവിക്കുകയാണ്. 40ഓളം കുടുംബങ്ങൾക്കുള്ള ഏക വഴിയാണ് ഇത്. റോഡ് ടാറിംഗ് നടത്തി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് നിള റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ റോഡിൽ ബഹുജന സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. N. രാജൻ നമ്പ്യാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സീനിയർ സിറ്റിസൺ ഫോറം ജില്ലാ ജോയിന്റ് സെക്രട്ടറി KM ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. ഉപയോഗിച്ചുകൊണ്ട് മാത്രമാണ് അത്തരം പ്രവർത്തനം നടന്നിട്ടുള്ളത്. ചിലപ്പോൾ വ്യക്തിപരമായിട്ടായിരിക്കാം, ഇല്ലേ സംഘടനാപരമായിട്ടായിരിക്കാം. നമുക്കറിയാം, ഈ ഏതാണ്ട് 2 വർഷക്കാലമായി പേരാമ്പ്ര പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം ജലത്തിന് വേണ്ടിയുള്ള പൈപ്പ് കീറിയിട്ടിട്ട് ഒരു വീടിലും തന്നെ ജലം എത്തിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. പല വീടുകളിലും ഇനി വീടിന് മുറ്റത്തൊന്നും പൈപ്പുകളും സ്ഥാപിച്ചിട്ടില്ല. മെയിൻ റോഡുകളൊക്കെ തന്നെ പൊട്ടിപ്പൊളിഞ്ഞ് കുത്തിക്കേറി ഉള്ള അവസ്ഥയാണ്. ഈ വിവരം കാണിച്ചുകൊണ്ട് തന്നെ 1-2 വർഷക്കാലമായി കേരള സീനിയർ സിറ്റിസൺ ഫോറം പഞ്ചായത്തിന് മുമ്പിൽ ധർമ്മ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, കല്ലോട് കൈപ്രം റോഡിന്റെ സ്ഥിതി എന്താണെന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അങ്ങിങ്ങോളം പൊട്ടിപ്പൊളിഞ്ഞ് വാഹനം പോലും വിളിച്ചാൽ കിട്ടാത്ത ഒരവസ്ഥയിലാണ് നമ്മളെ ഈ പ്രദേശത്തിന്റെ അവസ്ഥ. ഇപ്പോഴാണ് നിള റെസിഡൻസ് അസോസിയേഷൻ എന്ന ഈ കൂട്ടായ്മ ഇത്തരത്തിലുള്ള ഒരു സമരമായി മുന്നോട്ട് പോകുന്നത്. ഇതൊരു സൂചന മാത്രമാണ്. എന്താണ് നിള? നിള എന്ന് പറഞ്ഞാൽ ഒരു നദിയാണ്. എങ്ങനെയാണ് ഒരു നദി ഉണ്ടാവുന്നത്? നദി ഉണ്ടാവുന്നത് ചെറിയ ചെറിയ അരുവികൾ കൂടി ചേർന്ന് വലിയ ഒരു നദിയായി മാറുകയാണ്. അതുപോലെ തന്നെ ഒരു പ്രദേശത്തുള്ള വീടുള്ള ആളുകൾ ഒന്നിച്ചുകൂടി ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മ നിള റെസിഡൻസ് അസോസിയേഷൻ എന്നൊരു സംഘടനയ്ക്ക് രൂപം നൽകി ഏതാണ്ട് 2-ാം വർഷത്തിലേക്ക് കടക്കുകയാണെന്ന് തോന്നുന്നു. എൻ്റെ പ്രവർത്തനത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 44ഓളം വീടുകളും 100-ൽ പരം അംഗങ്ങളുമുള്ള ഈ റെസിഡൻസ് അസോസിയേഷന്റെ പ്രവർത്തനം KM ബാലൻ, അനിൽകുമാർ PT, ലതിക KK, പ്രസന്ന KK എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു. P. സുരേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് KK ബാബു നന്ദി പറഞ്ഞു. പരിഹാരം കണ്ടില്ലെങ്കിൽ അടുത്ത ദിവസം ഉന്നതാധികാരികൾക്ക് പരാതി നൽകുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.